പണ്ട് എന്തോരം ഫോറിനേഴ്സ് നമ്മുടെ കേരളത്തിൽ വരുമായിരുന്നു അറിയോ? തീർച്ചയായിട്ടും പ്രത്യേകിച്ച് യൂറോപ്യൻസ്. ഇപ്പൊ ഒരു കണക്കെടുത്ത് നോക്കട്ടെ, കേരള ടൂറിസം അവിടെ ഇവിടെയും കൊണ്ട് ലക്ഷങ്ങൾ പിടിക്കുന്നുണ്ടല്ലോ പരസ്യത്തിന് വേണ്ടി. ഇതിനനുസരിച്ച് എത്ര ആൾക്കാർ വരുന്നുണ്ടെന്ന് കൊണ്ടൊന്ന് കണക്കെടുത്ത് നോക്കട്ടെ. ഗവൺമെന്റിനേക്കാൾ കൂടുതൽ എനിക്ക് ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ മാറണം. ആളുകളുടെ ആറ്റിറ്റ്യൂഡ്, ഗവൺമെന്റ് മീഡിയയുടെ. ഒരാൾ വന്നു കഴിഞ്ഞാൽ അവനൊരു മദ്യം കഴിക്കണമെങ്കിൽ എന്താ അവസ്ഥ? ഒരു ഫോറിനർ വന്നിട്ട് അവൻ ബിവറേജ് ഉപയോഗിക്കുമെന്ന് നിൽക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അവനൊരു ബഡ്ജറ്റ് ട്രാവലർ ആണെങ്കിൽ അവൻ ഏതെങ്കിലും ബാറിൽ പോയിരുന്ന് അടിക്കാൻ പറ്റുമോ? ഇതിനൊക്കെ ബാറിൽ അറപ്പല്ലേ, കൊല്ലല്ലേ? എങ്ങനെ കഴിക്കും? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ നമ്മള് ഭയങ്കര ബീച്ചിന് വേണ്ടി നമ്മള് മാൾഡീവ്സ് പോകുന്നു, സീഷെൽസ് പോകുന്നു, പിന്നെ തായ്ലൻഡും അവിടെയൊക്കെ ഉള്ള ബീച്ചുകൾ തേടി നമ്മൾ പോകുന്നു. കമോൺ, നമ്മുടെ ആൻഡമാനും ലക്ഷദ്വീപും വരെ എത്ര മനോഹരമാണ്. ഞാൻ ഈ കണ്ട മാൽഡീവ്സും സീഷെൽസും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും അതിലും ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ ആൻഡമാനും ലക്ഷദ്വീപും. അപ്പൊ അവിടെ പല കാരണങ്ങളും പറഞ്ഞിട്ട് ആൻഡമാന്റെ സുരക്ഷാ കാര്യങ്ങൾ പറയുന്നു, ലക്ഷദ്വീപിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. ടൂറിസം ഡെവലപ്പ് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല.